ലൈഫിൽ ഏറ്റവും വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയ ഒരാളാണ് കേട്ടോ ഞാൻ. ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി, പുറത്തു പോകാനൊരു ആത്മവിശ്വാസമില്ല, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു കോൺഫിഡൻസ് കിട്ടില്ല. ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം കാരണം നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം പോലെ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ സത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാ ദൈവമേ എനിക്കിങ്ങനെ ഒരു ജീവിതം എന്ന്. എൻ്റെ ഒരു നല്ലൊരു സമയവും ഞാൻ ചിലവാക്കിയത് ഈ ഓരോ പ്രശ്നങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടും അതുപോലെ അതിനെ പഴിചാരിയിട്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനൊന്ന് മാറി ചിന്തിച്ചു. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കൊണ്ടിങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഡെഫിനറ്റ്ലി നമ്മളത് ഓവർകം ചെയ്ത് വിൽ ബി ലൈക്ക് എ ഫ്രീ ബേർഡ്. നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ ഫെയിലിയേഴ്സും നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്നറിയോ? ഹൗ ടു ബി എ സ്ട്രോങ് ഹ്യൂമൻ ബീയിങ്. ഓരോ പ്രശ്നവും ഞാൻ ഫേസ് ചെയ്യുന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ്. അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഞാൻ നിങ്ങളോട് വന്നിരുന്ന ഒരു ലക്ഷൂറിയസ് ലൈഫിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. ഐ സ്റ്റിൽ ഹാവ് പ്രോബ്ലംസ്. ഞാൻ ഇപ്പോഴും ആ കയറ്റത്തിലാണ് സുഹൃത്തുക്കളെ. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഐ ഫീൽ വെരി ലൈറ്റ്. എനിക്ക് അത്രയും ഭയങ്കര ഒരു ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഫീലൊന്നുമില്ല. ചലഞ്ചസ് ഇല്ലാത്ത മനുഷ്യന്മാരില്ല അല്ലേ? ആരും പേടിക്കേണ്ടത് സ്കിൻ കെയർ വീഡിയോ തന്നെയാണ്, അല്ലാണ്ട് ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയോ, എനിക്ക് 2-3 ദിവസമായിട്ട് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കിത് ആക്ച്വലി പറയാതെ നിങ്ങളോട് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഒരുപാട് പൊട്ടൻഷ്യലും കാലിബറും കഴിവുകളും ഉള്ള ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു പോയിട്ട് മുന്നോട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഫേസ് ദ ചലഞ്ചസ്. നിങ്ങൾ ഫേസ് ചെയ്യൂ, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ബി സ്ട്രോങ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്കിൻ കെയർ വീഡിയോയിലേക്ക് പോകാം. എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് ആര്യ എന്നാണ്. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ 3 പാർട്ടായിട്ടാണ് കേട്ടോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ, ഞാൻ എന്ത് പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ പാർട്ടിൽ നമ്മളൊരു ഹെൽത്തി ആൻഡ് ഗ്ലോയി സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് സൂപ്പർ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ്, ഞാൻ കഴിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അങ്ങനെ 3 പാർട്ടായിട്ടാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആവും, ഗ്ലോയി ആവും, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ബോണസായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് കിട്ടും. എന്താണെന്നല്ലേ? ഒരു തെറാപ്പി പോലെ. നമ്മളിപ്പം നമ്മളുടെ രാവിലെയും വൈകിട്ടും കുറച്ച് സമയം എടുത്തൊന്ന് പാമ്പർ ചെയ്യുകയാണല്ലേ നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്ന പോലെയും നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന പോലെയും സെൽഫ് കെയർ ചെയ്യുന്ന പോലെയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു തെറാപ്പി ഫീലാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമുക്കറിയാം നമ്മുടെയൊക്കെ സ്കിന്ന് യൂണീക്കാണല്ലേ. എനിക്കുള്ള സ്കിൻ പ്രോബ്ലംസ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ എനിക്ക് ആക്നെയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിമ്പിൾസിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീന് നമുക്ക് ആവശ്യമുണ്ട്. അതിന് മുൻപ് എനിക്ക് പറയാനുള്ള കാര്യം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ മുഖത്തുണ്ടല്ലോ, ദേ ഇവിടെയും ഈ വായയുടെ ചുറ്റുമൊക്കെ ആയിട്ട് അതുപോലെ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ്, ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോഴും അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. പക്ഷേ സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് കുറേയൊക്കെ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഡയറ്റ്, എക്സസൈസ്, സ്കിൻ കെയർ റൂട്ടീൻ, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഒരു പരിധി വരെ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പിഗ്മെൻറ്റഡ് ഫേസ് കൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഛായാചിത്രം പോലെ തോന്നാറുണ്ടെന്ന്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ബിക്കോസ് അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് ഒരു ഛായാചിത്രം വരച്ച പോലെ ഒരു ഐഷാഡോ പാലറ്റിൽ, ന്യൂഡ് ഐഷാഡോ പാലറ്റിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു എൻ്റെ ഫേസ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ഒരു ക്രീമോ ഒന്നും തേച്ചത് മാറ്റാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ ന്യൂ
ഈ കാര്യങ്ങളൊക്കെയും വന്നത് എൻ്റെ ഒബീസിറ്റി കാരണമാണ്. ഞാൻ ഓവർ വെയ്റ്റ് ആയതുകൊണ്ടാണ്, കറക്റ്റായിട്ടുള്ള ഡയറ്റ് അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ക്രീമോ ഒന്നും വാരിത്തേക്കാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് കണ്ട വേറൊരു സിംറ്റം എന്താണെന്നറിയോ, എൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ടും 2 കൈയിൻ്റെയും ഈ ഭാഗത്തായിട്ടും അതുപോലെ കാലിൻ്റെ ആംഗിളിൻ്റെ തൊട്ട് മുകളിലായിട്ടും കറുത്ത കുറച്ച് കുത്തുകൾ, സ്പോട്ട്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഇതെന്തോ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ആണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ലിവർ ഡിസീസുമായിട്ട് വേണമെങ്കിൽ ബന്ധിപ്പിക്കാമെന്നായിരുന്നു. പക്ഷെ ഞാനത് കൺഫേം ചെയ്തില്ല, ബിക്കോസ് നമ്മളാരും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരൊന്നും അല്ല അല്ലേ. അപ്പോൾ എന്തായാലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടറോട് എൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെ എഴുതി തന്നു. ഫങ്ഷൻ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ തോട്ട്സ് സത്യമായിരുന്നു. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, പക്ഷേ ഗ്രേഡ് 1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്, സോ പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നും കാര്യങ്ങളൊന്നും ഇപ്പോൾ എഴുതുന്നില്ല. ജസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്, എക്സസൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നല്ല ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്തു. എൻ്റെ ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കറുത്ത കുത്ത് കണ്ട ഉടനെ തന്നെ ഞാൻ പോയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീമാണ് മേടിച്ച് തേച്ചിരുന്നെങ്കിൽ ആ ക്രീമിന് കൊടുത്ത പൈസ പോയത് മാത്രമല്ല, ഫാറ്റി ലിവർ കൂടി അത് 2nd ഗ്രേഡായി 3rd ഗ്രേഡായി പിന്നെ ലിവർ സിറോസിസ് ആയി. എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ലത് ഈ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക കേട്ടോ. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുക. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാലും അവർ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ടോളും. എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ ഒരു സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇനി അടുത്തത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ്, ഞാൻ ഏത് പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇത് അതുപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്യരുത് കേട്ടോ. കാരണം ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം വെക്കുക. എൻ്റെ സ്കിന്ന് വേറെ, നിങ്ങളുടെ സ്കിന്ന് വേറെ, നമ്മുടെ 2 പേരുടെയും ഡിഫറെൻറ്റ് സ്കിൻസാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളും ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ഒരു ഫെയർ സ്കിൻ ആവുക എന്നുള്ളതായിരിക്കരുത് കേട്ടോ. ഒരു ഹെൽത്തി ആൻഡ് ഗ്ലോയി സ്കിന്ന് വേണമെന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കാവുള്ളൂ. നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ അതിനെ നമ്മൾ സ്നേഹിക്കുക. എത്രത്തോളം നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോണില്ല കേട്ടോ. എനിക്ക് തോന്നണില്ല ഓവർ ദ നൈറ്റ് ഒരു മാറ്റം നമുക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും മാറ്റം കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതായത് നമ്മുടെ CTM, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സിറവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അല്ലാണ്ട് ഒരുപാട് ലെയേഴ്സൊന്നും ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിന്നിനൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലെയേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിഹൗ ഞാൻ എൻ്റെ റൂട്ടീൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്കത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരുന്നതും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറയുന്നത് ന്യൂട്രജീനയുടെ ഡെയിലി ക്ലെൻസറാണ്. ക്ലെൻസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലെൻസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ഡെയിലി രാവിലെയും വൈകിട്ടും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ന്യൂട്രജീനയുടെ ഈ ഒരു ക്ലെൻസർ ഉണ്ടല്ലോ, ഇതിപ്പോൾ എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. ഓയിലി സ്കിന്നിനും വലിയ കുഴപ്പമുണ്ടാവില്ല, കോമ്പിനേഷൻ സ്കിന്നിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഡ്രൈ സ്കിന്നിന് ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിയില്ല. സോ ഫാർ സോ ഗുഡ്. ഒരു 6-7 മാസമായിട്ടുണ്ടാവും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് പാരബൻ ഫ്രീ ആണ്, അതുപോലെ ഡൈ ഫ്രീ ആണ്. എനിക്ക് ഈ പ്രോഡക്റ്റ് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ന്യൂട്രജീനയാണ് ബ്രാൻഡ്. ഇതിൻ്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ 2 ദിവസം ഞാൻ വേറെ സ്ക്രബും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു ഫേസ് എക്സ്ഫോലിയേറ്ററാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫേസ് സ്പോഞ്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫേസ് എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബ് അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാൻ തോന്നുന്നു. ഇത് ഓൺലൈനായിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതൊരു ബോഡി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ദ ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് കാണുന്ന പോലെ
പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ജെൻറ്റിലാണ്. നമ്മൾ വെള്ളത്തിൽ നനച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് സ്മൂത്ത് ആവും. ഇത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാനും പറ്റും. ഭയങ്കര ഈസി ടു യൂസ് ആണ് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, മറ്റേ സ്ക്രബില്ലേ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണേ, അത് കുറച്ച് തരി കൂടുതലുള്ളതാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഇത് കുറച്ചധികം നന്നായിട്ട് നമ്മുടെ ഫേസിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, വീക്ക്ലി ട്വൈസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ക്ലെൻസിങ് പ്രോഡക്റ്റ്സ്. ക്ലെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ക്ലെൻസിങ് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കുളിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ബാത്ത് ടവൽ അല്ലെങ്കിൽ തോർത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫേസിനായിട്ട് മാത്രം ഒരു ടവൽ മാറ്റി വെക്കുക കേട്ടോ. ഒരു ഫേസ് ടവൽ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അത് ഡെയിലി ക്ലീൻ ചെയ്യാനും മറക്കരുത്. കാരണം മുഖത്ത് അത്രയും സെൻസിറ്റീവ് ഏരിയ ആണ്. ഭയങ്കര ഡിഫറൻസ് കാണാൻ പറ്റും കേട്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്ന പോലെ ആ സമയത്ത് തന്നെ നമ്മുടെ കഴുത്തും കൂടെ ക്ലീൻ ചെയ്യണം. നമ്മൾ എന്തൊക്കെ ഫേസിൽ ഇടുന്നോ അതൊക്കെ കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും ഭാഗമല്ലേ നമ്മൾ ആൾക്കാർ കാണണേ, അല്ലാണ്ട് ദേ ഇങ്ങനെയല്ലല്ലോ കാണണേ. അപ്പോൾ ഇതും കൂടി ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ടോണിങ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ ടോണർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസിനെ ഒന്ന് റീസ്റ്റോർ ചെയ്യാനും സ്കിന്നിൻ്റെ ഡേർട്ടൊക്കെ മാറ്റി ഒന്നുകൂടെ അതിനൊന്ന് ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പോൾസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ടോണർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ടോണർ യൂസ് ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ എന്തായാലും തുടങ്ങണം. ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജീനയുടെ തന്നെ ഒരു ടോണറാണ് കേട്ടോ. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. അതുപോലെ ഹൈലറോണിക് ആസിഡ് ഇതിലുണ്ട്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോട്ടൺ പാഡിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ടോണർ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചത് യൂസ് ചെയ്ത് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിൻ കെയറിൻ്റെ റൂൾ എന്ന് പറയുന്നത് CTM, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. പക്ഷേ ആ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറം ആണ് കേട്ടോ. സെറം യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഏതാണെന്നറിയോ? ഡെർമയുടെ വൈറ്റമിൻ C സെറം ആണ്. ഇതെനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡയറ്റും എൻ്റെ എക്സസൈസും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സെറം കൂടി യൂസ് ചെയ്തുകൊണ്ടാവാം കുറേയൊക്കെ അത് ഫെയ്ഡായി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ. ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. സോ വൈറ്റമിൻ C സെറം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ. ക്ലെൻസിങ് കഴിഞ്ഞ് നിങ്ങൾ നേരെ മോയ്സ്ചറൈസിങ്ങിൽ വന്നാലും കുഴപ്പമില്ല. ഇടയ്ക്കത്തെ സെറവും ടോണറും ഒക്കെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ക്ലെൻസിങ് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് കുറേ നേരത്തേക്ക് ഡ്രൈ ആവാതെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്ന അതേ മോയ്സ്ചറൈസർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എൻ്റെ സ്കിൻ ടൈപ്പ് വേറെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വേറെ. അപ്പം ഞാൻ ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ന്യൂട്രിജീനയുടെ തന്നെ ഹൈഡ്രോ ബൂസ്റ്റാണ്. ഇതിനകത്ത് SPF 25 ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം സൺസ്ക്രീനും കൂടെ ആഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നോർമൽ സ്കിന്നിന് പക്കയാണ്. ഇതൊരു ജെല്ലി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഫീലോ അല്ലെങ്കിൽ ഗ്രീസി എഫക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു മസ്സാവാണ്. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജെന്റ്ലി ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിലൂടെ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോയി സ്കിൻ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിൽ SPF 25 ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കാണിക്കാനില്ലാത്തത്. അല്ലാത്തൊരു മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള SPF കണ്ടൻറ്റ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലിസ്റ്റെക്സിൻ്റെ ഈ ഒരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഞാൻ ഫേസ് ഒന്ന് മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ജോജോബ ഓയിലാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗോഷോ വെച്ചിട്ട് ഞാൻ മസാജ് ചെയ്യുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡബിൾ ചിൻ മാറ്റാനൊക്കെ എനിക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗോഷോ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ കൈ വെച്ച് മസാജ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സും കൂടി പറഞ്ഞുതരാം കേട്ടോ.
ആഴ്ചയിൽ ഒന്ന് ഞാൻ എൻ്റെ മുഖം ആവി കൊള്ളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ബെനിഫിറ്റ്സ് ആണ്. ഒന്ന്, നമ്മുടെ ഇവിടെയുള്ള വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ, വൈറ്റ് ഹെഡ്സും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഈ ആവി കൊണ്ട സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇവിടെ കാണിച്ചേക്കാം കേട്ടോ, ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയും. നമ്മൾ ഈ ഫേഷ്യലിനൊക്കെ ചെന്നിരിക്കുമ്പോൾ അവർ ചെയ്യത്തില്ലേ അത്. അപ്പം ഭയങ്കര ക്ലീൻ ആവും മുഖം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആവി കൊള്ളുന്ന സമയത്ത് അത് ഭയങ്കര ഒരു റിലീഫായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2 കാര്യമാണ് കേട്ടോ. പിന്നെ ആഴ്ചയിൽ 2 തവണ ഞാൻ ഫേസ് മാസ്ക്, അതിപ്പോൾ DIY ആയിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. രക്തചന്ദനമോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരും തേനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ, നമ്മുടെ ഹെൽത്തി ഡയറ്റ്. സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് യു ആർ വാട്ട് യു ഈറ്റ് എന്നുള്ളത്, അല്ലേ? അത് സത്യമായിട്ടുള്ള കാര്യമാണ്. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരും എണ്ണക്കടി കൂടുതൽ കഴിക്കുന്ന ആൾക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അവരുടെ മുഖത്ത് കുരുക്കൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മറ്റേ ആൾക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും സ്കിന്നിൽ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസും നമ്മൾ ഭക്ഷണ രീതിയിലൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിനും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിള്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ബെറീസ് ബെറീസിലിപ്പം സ്ട്രോബെറി ആയിക്കോട്ടെ, ബ്ലൂബെറി ആയിക്കോട്ടെ, റാസ്ബെറി ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. അതുപോലെ എല്ലാ കറികളിലും ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. എല്ലാ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഇന്നെങ്കിലും തീരത്തില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ മെയിൻലി ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് ആണ്. അത് നമ്മുടെ സാൽമൺ എന്ന് പറയുന്നൊരു ഫിഷ് ഉണ്ടല്ലോ, അതിനകത്ത് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡാണ്. പിന്നെ അതുപോലെ അയല, നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള, ഇതിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് omega-3 അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒഴിവാക്കാൻ ഈ സാധനങ്ങൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മുടെ ചീര, മത്തൻ്റെ ഇല, മുരിങ്ങയില, അതുപോലെ കെയിൽ, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. സ്കിന്നിന് അൾട്ടിമേറ്റ്ലി ഗുഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഇന്ന ആൾക്കാർക്ക് ഇന്നത് യൂസ് ചെയ്യണം അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല ആധികാരികമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി മറക്കരുത്. എത്രത്തോളം നമ്മൾ സ്കിൻ കെയർ ചെയ്താലും വെള്ളം ഇത്രയേ കുടിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സബാഷ്, ഒരു കാര്യവും നടക്കാൻ പോണില്ല. അതുകൊണ്ട് വെള്ളം എന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. അതൊരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആൻഡ് ഗ്ലോയി സ്കിൻ കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.